ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഇന്ന് തിരുവോണമായിട്ട് ഞാൻ നേരത്തെ അത്തരണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴ അങ്ങനെ ചാറിയും കൂടി ഇരിക്കുന്നുണ്ട്. ഞാൻ തലേ ദിവസത്തെ പൂക്കളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ചാണകം മെഴുകലും കൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നല്ലോണം ചാറാൻ തുടങ്ങിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുട എടുത്ത് വെച്ചു. പൂക്കളൊക്കെ കൊടുത്തു വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പൂവിടുന്നത്. ഇന്നലെ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, മിഞ്ഞാന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി കുറച്ച് പൂക്കളുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ അറുത്തു. പിന്നെ ചെറിയ തറയില്ലേ, അപ്പോൾ അതിനുള്ളത് മാത്രമാണ് അറുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ നടുകിൽ കുറച്ച് റോസാപ്പൂക്കൾ ഇതളാക്കിയതുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വെള്ള പൂവുണ്ടല്ലോ, അത് കുറച്ച് മാത്രമായിട്ട് ഞാൻ അറുത്തിട്ടുള്ളൂ. കുറേ പൂക്കളുണ്ട്, അപ്പോൾ ഞാൻ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളപ്പൂ അറുത്തു. പിന്നെ അരളി ഉണ്ടായിരുന്നു, അത് ഇട്ടു. പിന്നെ ശംഖുപുഷ്പം ഇട്ടു. പിന്നെ ചെമ്പരത്തി ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഇട്ടു കൊടുത്തു. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാതും പാടെ മിക്സ് ആക്കിയിട്ട് ഒരു പൂവ് കൂടി ഇട്ടു. അപ്പോൾ ഇവിടുത്തെ പൂക്കളം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അമ്പലത്തിൻ്റെ മുൻപിൽ ഞാൻ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ ഒന്ന് പൂവ് ഇട്ടിട്ടുണ്ട്. പിന്നെ തറവാട്ടിലും കൂടി കുട്ടികളൊപ്പം കൂടിയിട്ട് ഇട്ടു. അപ്പോഴേക്കും കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും